ശരിക്ക് ഒരു മനുഷ്യന് ഡിസൈർ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ കിട്ടത്തില്ല. ഡിസൈർ ഉണ്ടായിരിക്കും എനിക്കിത് കിട്ടണമെന്ന്, പക്ഷേ അതിന്റെ പ്യൂരിറ്റിയോടുകൂടി ആ ഗിഫ്റ്റ് ദൈവത്തിൽ നിന്നിട്ട് വരുന്ന ആ പ്യൂരിറ്റിയോടുകൂടിയുള്ള ഗിഫ്റ്റ് അതുപോലെ കിട്ടത്തില്ല. പൊട്ടും പൊടിയും കിട്ടും. പക്ഷെ പൊട്ടും പൊടിയും കിട്ടുമ്പം അതാണ് വലുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടെ ഉണ്ടാവും. ഇപ്പം നമുക്ക് തന്നെ ഇപ്പം അച്ഛന് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഫെലോഷിപ്പിനകത്ത് ചെറിയ നിസാര കാര്യങ്ങളാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. തുറന്നു കൊടുത്ത എല്ലാവർക്കും എന്തോ വലുത് കിട്ടി എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവരും ഡിസ്കണക്ട് ആയി നിൽക്കുകയാണ്. അവർക്കത് മാത്രം മതി എന്നുള്ളൊരു കൺസെപ്റ്റില്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു ഡിസൈർ പ്യൂരിറ്റിയോട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നിട്ട് എന്തൊക്കെ ആണ് മാറിപ്പോകേണ്ടത് എങ്കിൽ മാത്രമേ ആ ഡിസൈറിനൊരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ? ഈ ഡിസൈർ തന്നെ ദൈവം ആദ്യം എല്ലാം കൊടുക്കത്തില്ല. ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളെ കൊടുത്തിട്ട് അത് ജീസസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്പത്തിൽ വിശ്വസ്തനായതിന് ആയാൽ നിന്നെ അധികത്തിൽ വിചാരകനാകും. എന്താ ഈ അല്പം? ദൈവം ആദ്യം ഒരു സാമ്പിൾ കൊടുക്കും. ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു സാമ്പിൾ കൊടുക്കും. ആ സാമ്പിൾ അദ്ദേഹം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അവരിതിനെ അധ്വാനം ചെയ്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ, അതാ താലന്തിൻ്റെ ഊമയിലൊക്കെ പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ ഇവൻ ഈ ദൈവികമായിട്ടുള്ള നന്മയെ ശരിക്കും വർദ്ധിപ്പിച്ച് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് അതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്തത് അവനിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, ഈ ഒരു താലന്ത് കൊടുത്തവൻ കൊണ്ട് കുഴിച്ചിട്ടപ്പോൾ അവൻ്റെ ആ താലന്ത് എടുത്തിട്ട് പിന്നെ മറ്റേ ആളുടെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച ആളിലേക്ക് ഇത് കൊടുക്കുവാണ്. ഓക്കെ, ഇവൻ കുഴിച്ചിട്ടിരിക്കുക. സോ ഇതുപോലെ ദൈവികമായിട്ടുള്ള നന്മകൾ ചില വ്യക്തികൾക്ക് കർത്താവ് കൊടുത്തിട്ട് അവൻ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്ന് കർത്താവ് നോക്കും. അത് ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ദൈവം ആദ്യമേ എല്ലാം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഒരു 2 വയസ്സായ കുഞ്ഞ് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മ എന്ത് ചെയ്യും? ആ കത്തി മേടിച്ച് വെക്കും. ആ കുഞ്ഞിന് ആ കത്തി കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണ്? അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പക്വത അവനായിട്ടില്ല. പക്ഷേ ഒരു 15 വയസ്സ് കഴിയുമ്പം, ഒരു 18 വയസ്സ് കഴിയുമ്പം അവൻ ഈ കത്തി എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ അപ്പനും അമ്മ എന്ത് ചെയ്യും? എടുത്ത് കട്ട് ചെയ്യടാ, വെജിറ്റബിൾ കട്ട് ചെയ്യടാ, അത് കട്ട് ചെയ്യടാ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. സോ അപ്പോൾ അവനിത് ഹാൻഡിൽ ചെയ്യാനുള്ള പാകമായി. അപ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സോ ഇതുപോലെ ചില ദൈവിക അനുഗ്രഹങ്ങൾ ചില സമയത്ത് ഡിസയർ ഉണ്ടെങ്കിലും കിട്ടാത്തതിന് കാരണം അത് യൂസ് ചെയ്യാനായിട്ടുള്ള മെച്യൂരിറ്റി അവനായിട്ടില്ലാത്തത് കൊണ്ട് ദൈവം വെയിറ്റ് ചെയ്യും. മെച്യൂരിറ്റി ആകുമ്പോൾ ദൈവം തന്നെ ഇതവനെ കൊടുത്തിട്ട് അവനെ കൊണ്ടത് വ്യാപാരം ചെയ്യിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ഉണ്ടാവും. അതിലും അവൻ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പത്രോസിൻ്റെ അടുത്ത് കണ്ടില്ലേ, തുപ്പട്ടി ഇറക്കിയിട്ട് എടാ ചെയ്യടാ, ഞാനല്ലേടാ ശുദ്ധീകരിച്ച് നിൻ്റെ കൈ തരുന്നത്, യു ഡു ദിസ് മാൻ, എനിക്ക് വയ്യ കർത്താവ് എന്ന് പറയുമ്പോൾ പിന്നെ കർത്താവ് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ചില സമയത്ത് കർത്താവ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യും, ഒന്ന് ഫോഴ്സ് ചെയ്യിപ്പിച്ച് നോക്കും. പക്ഷേ പിന്നെ വേറെ എന്തൊക്കെയാണ് ഈ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് ആ ഒരു പ്യൂരിറ്റിയോട് കൂടി വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഐ കാൺട്ട് എന്ന് പറയുന്ന മൈൻഡ് പാടില്ല എന്നാണ് പറഞ്ഞത്. അത് ഒരു കാര്യമാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ എൻ്റെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട്, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, എൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇത് യൂസ് ചെയ്യും. മിക്കവാറും ഇന്ന് സ്റ്റേജ് ഷോ നടത്തുന്ന എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. തുടക്കത്തിലൊക്കെ അവർ പ്യൂരിറ്റിയിലാണ് തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പം പിന്നെ അവർക്കിതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആവും. അപ്പോൾ പ്രവചനവരം കർത്താവ് കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ അടുത്ത പ്രവചനവരം ഓട്ടോമാറ്റിക്കലി ദൈവികമായിട്ട് ഒഴുകാതെ വരുമ്പോൾ പിന്നെ അവർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തിനാ? പേരിനും പ്രശസ്തിക്കും വേണ്ടി. സോ ഇത്തരത്തിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഗെയിനിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ പരീക്ഷണം എന്തായിരുന്നു? നീ എന്നെ വണങ്ങ്, എനിക്ക് ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. ഈ വണങ്ങെന്ന് പറയുന്നത് ഒരു സാധാരണ വണങ്ങെന്നുള്ളതല്ല. ഈ പ്രൈഡിന് വേണ്ടിയിട്ട്, ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു എന്താ പറയുക നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഈ മൂല്യമുള്ള കാര്യങ്ങളെ അവിടെ ത്യജിച്ച് കളയുന്നതിനാണ് ഈ വണങ്ങെന്ന് പറയുന്നത്. സോ അത്തരത്തിലാണ് ഇന്ന് മിനിസ്റ്ററി ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും. ഫെയിമിന് വേണ്ടിയിട്ടും സമ്പത്തിന് വേണ്ടിയിട്ടുമൊക്കെ അവർ യൂസ് ചെയ്യും. സോ ആ രീതിയിൽ ഇതിനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് മേൽത്തരമായ കാര്യങ്ങൾ കർത്താവ് കൊടുക്കത്തില്ല, ബ്ലോക്ക് ചെയ്യും. പതിയെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശുശ്രൂഷകരൊക്കെ പിന്നെ ഫെയ്ഡ് ഔട്ടായി ഇൻഡസ്ട്രിയിലേ കാണത്തില്ല. ഓക്കെ, സോ എത്രത്തോളം ഈ കാര്യത്തെ സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആംഗിളിൽ ആ പൊട്ടൻഷ്യലോടുകൂടി ഇതിനെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ദൈവം ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കും. ഓക്കെ, അത് അങ്ങനെയുള്ളത്.
സോ ഇതുപോലെ മാനുഷികതയിൽ നിന്ന് ദൈവിക ആട്രിബ്യൂട്ട്സിലേക്ക്, ദൈവിക മനോഭാവത്തിലേക്ക് മാറാതെ ദൈവം ഇതൊന്നും കൂടുതൽ കൊടുക്കത്തില്ല. ഓക്കെ. സോ ചില ആൾക്കാർക്കൊക്കെ ചെറിയൊരു കാര്യം കിട്ടിയോ അത് പിന്നെ അവൻ്റെയൊക്കെ അഹങ്കാരം കാണണം. ഓക്കെ, ഞാനെന്തോ ആണ്, ഞാനും ദൈവം അങ്ങ് മച്ചയാണ്, അങ്ങനെ അതുകൊണ്ടാണ് ദൈവം ഇതൊക്കെ എന്നിൽ തരുന്നത് എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡാണ്. സോ അങ്ങനെ അരഗൻ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലുള്ളവർക്കൊന്നും ഇതിനകത്ത് അധികം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് കൂടെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുക. ഈ 6 വർഷത്തിൽ തുടക്ക സമയത്ത് കിട്ടിയ വിസ്ഡത്തിനകത്തല്ല ഇപ്പം നിൽക്കുന്നത്. തുടക്ക സമയത്ത് ഒരു സാധനം കിട്ടിയപ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് കരുതി. അത് 1 വർഷം കഴിഞ്ഞപ്പോൾ അത് ചേഞ്ചായി, 2 വർഷം കഴിഞ്ഞപ്പോൾ അത് ചേഞ്ചായി. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും ആ 1-2 വർഷത്തിനകത്ത് നിന്നതിനേക്കാളും വേറെ ലെവലിലാണ് ഇപ്പോൾ ഞാനും ആ പ്രപഞ്ച സൃഷ്ടാവുമായിട്ടുള്ള കണക്ഷൻ കിടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു വന്നത് ഇതാണ്, ഇനി മാറും? തീർച്ചയായിട്ടും മാറും, തീർച്ചയായിട്ടും മാറും. ഇപ്പോൾ ഒരിക്കലും മറ്റാത്ത ഒരു ഉറവയാണ് ഇത്. ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടൽ തീരത്താണ്. ചെറിയ ഓളങ്ങൾ നമ്മുടെ കാലിൽ വന്ന് തഴുകി പോകുന്നതേ ഉള്ളൂ. ആഴങ്ങൾ ഇനിയും കിടപ്പുണ്ട്. സമുദ്രത്തിൻ്റെ ആഴങ്ങൾ എത്രയാണെന്ന് ഇന്നോളം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. സോ കയ്യെത്താത്ത അല്ലെങ്കിൽ അളക്കാൻ പറ്റാത്ത, മനുഷ്യനെത്തപ്പെടാൻ പറ്റാത്ത അത്രയും വലിയ ആഴങ്ങൾ സമുദ്രത്തിനകത്തുണ്ടെന്നാണ്. നമ്മൾ ഈ പുറമേ കാണുന്നതിൻ്റെ എത്രയോ അധികം ആഴങ്ങൾ കടലിനടിയിലുണ്ടെന്ന്. സോ എപ്പോഴും ദൈവികമായ കാര്യങ്ങൾ അങ്ങനെയാണ്. മൂല്യമുള്ളതെല്ലാം മറച്ചിട്ടയ്ക്കുക. സമുദ്രത്തിലെ കുബ്ധനിധികൾ എന്നൊക്കെയാണ് ബൈബിൾ അതിനെ പറയുന്നത്. അന്ധകാരത്തിൽ കിടക്കുന്ന നിധികൾ, ഗുപ്തനിധികൾ. സോ അന്ധകാരം എന്ന് പറയുന്നത് ആഴത്തിൽ കിടക്കുന്നത്. സോ അതിൻ്റെ ആഴവും അതിൻ്റെ നീളവും അതിൻ്റെ വീതിയൊന്നും ആരും വളർന്നിട്ട് പോലുമില്ല. സോ നമ്മൾ സ്റ്റിൽ കരയിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനിയും ആഴങ്ങൾ കിടക്കുക. സോ ഇതിനെ ആസ്വദിക്കാത്തൊരു വ്യക്തിക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് സംതൃപ്തിയോടുകൂടെ ഇത് ഞാൻ ഇതിൽ സംതൃപ്തനാണ്, 2-3 തിരമാലകളൊക്കെ വന്നല്ലോ, അതൊക്കെ തട്ടിയല്ലോ, ഞാൻ ഇത്രയും മതി, ഇനി ആഴങ്ങളിലേക്ക് പോകാൻ എനിക്ക് ഭയമാണ്, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി എന്ന് വെച്ച് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അത് അടുത്ത ലെവൽ കിട്ടത്തില്ല. സോ ആസ്വദിക്കും തോറും കൂടുതൽ കൂടുതൽ വേണമെന്ന് തോന്നും തോറും കർത്താവ് കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, ആദ്യ കാലയളവിൽ ഒരു 5 വർഷമായിട്ട് വിസ്ഡത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആദ്യ കാലയളവിൽ കേൾക്കുന്നതിനേക്കാളും വിപരീതമായിട്ടായിരിക്കും 5ാമത്തെ വർഷം ദൈവാത്മാവ് അടുത്തത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ശരിക്കും എനിക്കൊരു 5ാമത്തെ വെളിപ്പെടൽ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയതിനെ നേരെ വിപരീതമായിട്ട് പറയുമ്പോൾ ഈ വിപരീതമായിട്ട് പറയുന്നതിന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവണം. ഞാനെന്ന് പറയുന്ന വ്യക്തി തയ്യാറാണ്. റൈറ്റ്. എങ്കിലല്ലേ നമുക്കത് കിട്ടത്തുള്ളൂ. അതത്രയേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം മെജോറിറ്റിയും കടൽ തീരത്തായിരിക്കും നിൽക്കുന്നത്. മാസ് നിൽക്കുന്നത് കടൽ തീരത്തായിരിക്കും. അവരെപ്പോഴും ഇത് മാത്രം ആസ്വദിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. സോ ഇതിനകത്ത് ഡിസയർ എടുത്ത് പോകുന്ന 1-2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പോകുന്നത്. സോ ഡീപ്പറിനകത്തുള്ള അനുഭവങ്ങളും അവിടെയുള്ള ആസ്വാദനം എന്താണെന്നും മറ്റുള്ള ഈ കരയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയത്തില്ല. സോ ആ ഡീപ്പർ ലെവലിൽ കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുമ്പോൾ തന്നെ ഇവർ വിചാരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ഇവൻ വേണ്ടാത്ത ദുരുപദേശമാണ്, മറ്റെന്തൊക്കെയാണ്, കൾട്ടാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും ഇത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ അവർ കമൻറ്റ് ചെയ്യുന്നത്. സോ ആ കമൻറ്റിൽ ഞാൻ വീണാൽ, ആ കമൻറ്റിൽ ഞാൻ ഡൗട്ടാണോ, ഞാനും അങ്ങനെ പോയോ എന്നൊക്കെ ചിന്തിച്ച് ഡൗട്ട്ഫുൾ നേച്ചറിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആഴങ്ങളിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ ദൈവം നൽകുന്ന കാര്യങ്ങളെ അത്രത്തോളം പൊട്ടൻഷ്യലാണ്, അത് അത്രത്തോളം വാല്യുബിളാണെന്ന് പറഞ്ഞ് മൂല്യം കൽപ്പിച്ച് വീണ്ടും ദൈവത്തിൻ്റെ ഒടൊപ്പം ചേർന്ന് അങ്ങോട്ട് പോകുന്നവർക്ക് മാത്രമേ വീണ്ടും ആഴങ്ങളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് കമൻസ് പറയുന്ന ഈ പ്രിലിമിനറി സ്റ്റേജിൽ നിൽക്കുന്ന LKG റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുടെ വാക്ക് കേട്ട് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, അവിടെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ പത്രോസ് നിന്നതുപോലെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ ലഭിക്കുമെന്ന് പറയുന്നതിന് മുൻപുള്ള വേദഭാഗം വായിച്ചോ പറഞ്ഞു പരീക്ഷന്മാരോടും അവിടെയുള്ള പ്രമാണിമാരോടും കൂടെ പറഞ്ഞതാണ്, എടാ നിന്റെയൊക്കെ ഈ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് വാ, എങ്കിൽ മാത്രമേ ഈ സാധനം കിട്ടത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇതിന്റെ ഒന്ന് ചെറുതായിട്ട് എനിക്ക് അതിന്റെ സിമ്പിളായിട്ട് എനിക്ക് ആൻസർ തരണം. അത് എന്താണ് അന്വേഷിക്കേണ്ടത്, എവിടെയാണ് മുട്ടേണ്ടത്, എങ്ങനെ മുട്ടണം, അതുപോലെ തന്നെ എങ്ങനെയാണ് യാചിക്കേണ്ടതെന്നുമുണ്ട്. ഈ രീതി ഇവർക്ക് അറിയത്തില്ല. ഇന്നത് ചെയ്താൽ കിട്ടും, പക്ഷെ അതെങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ഏത് ടൈമിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപ് ഞാൻ ചോദിക്കുന്നത്, അതിന് വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയത്തില്ല. എന്താണെന്നറിയോ,
അവിടെയും നമ്മളിത് പറയുന്നത് ആരുടെ പന്നികളെടുത്താ, യെസ്, അവിടെയും നമ്മളിത് പറയുന്നത് ആരുടെ നായ്ക്കളെടുത്താ. അവരുടെ അടുത്ത് ഇത് എങ്ങനെ കിട്ടും, ഏത് രീതിയിൽ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പൊട്ടൻ്റെ മുമ്പിൽ ചങ്കൂതിയ പോലെ ഇരിക്കും. സോ നമ്മളുടെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ബ്രദർ എനിക്ക് ഇങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനൊരു ഡിസൈറിലിരിക്കുക, എനിക്കതിനെക്കുറിച്ച് അറിയണമെന്ന് പേഴ്സണലി നമ്മളടുത്ത് വന്നാൽ മാത്രമേ നമുക്കിത് റിവീൽ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പൊട്ടന്മാരടുത്ത് പറഞ്ഞിട്ടോ, ഈ കർത്താവ് പറയുന്ന രീതിയിലാണ്, ഇത് എൻ്റെ വാക്കുകളല്ല, ഈ പന്നികളടുത്തും ഈ നായ്ക്കളടുത്തും ഇത് റിവീൽ ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഇതിനകത്തുണ്ട് കറക്റ്റ് ഞാനാണ് വഴിയും ഞാനാണ് സത്യവും ഞാനാണ് ജീവനും എന്ന് ജീസസ് പറയുന്നത് പോലെ അതിനകത്തൊരു വലിയൊരു മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ അന്വേഷിപ്പിൻ, മുട്ടുവിൻ, യാചിപ്പിൻ, ഇതിനകത്തൊരു വലിയൊരു സീക്രട്ട് ഉണ്ട്. ഒരു ആത്മീയ ജീവിതത്തിനകത്തേക്ക്, ഒരു സ്പിരിച്വൽ ലൈഫിനകത്തേക്ക് ഇങ്ങനെ ഡോർ ഓപ്പൺ ആകുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. ഞാൻ ഒരു ഹിന്റ് തരാം. ഇപ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് അറിയണമെന്ന് ഭയങ്കര തീക്ഷ്ണമായ ആഗ്രഹം. അപ്പോൾ കൊർന്നല്യോസിൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നിട്ട്, വിഷനിൽ വന്നിട്ട് ദൈവം പറയുകയാണ്, പത്രോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, നീ വേണമെങ്കിൽ പോയി അന്വേഷിക്കുക, പുള്ളി തുറന്നു തരും, പുള്ളി അന്വേഷിച്ച് കണ്ടെത്ത്, പുള്ളിയുടെ അടുത്ത് പോയി മുട്ട്, പുള്ളിയുടെ അടുത്ത് പോയി ചോദിക്കുക, യു വിൽ ഗെറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് കൊർന്നല്യോസിന് അന്വേഷിച്ചതുകൊണ്ട്, ആഗ്രഹമുള്ളത് കൊണ്ട് അതിനുള്ളൊരു സൊല്യൂഷൻ ഒരു വ്യക്തിയെ ലീഡ് ചെയ്ത് കൊടുത്തു. ആ ടൈമിൽ ദേവാലയം ഉണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്. റൈറ്റ്. സോ അന്വേഷിക്കുന്നവർക്ക് ദൈവാത്മാവ് അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കും. ഇതുപോലെ അപ്പുറത്ത് പത്രോസിനെ കർത്താവ് ഇങ്ങനെ നിറച്ച് വെച്ചേക്ക് ഇതൊന്ന് കൊടുക്കാനായിട്ട്. നിന്നിൽ ഇത് നിറഞ്ഞിരിക്കുക, നിൻ്റെ അടുത്ത് വന്ന് ഇതിന് ചോദിക്കുന്ന ആൾക്കാർക്ക് നീ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക. സോ ദൈവത്തിൻ്റെ ആത്മാവ് ആരുടെ അടുത്ത് വരുവാണ്? പത്രോസിൻ്റെ അടുത്ത് വന്ന് പറയുവാണ് സ്വപ്നത്തിനകത്ത്, കൊർന്നല്യോസ് ആളയക്കും, നീ പോകണം, നീ വേറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പിരിഞ്ഞൊന്നും ആലോചിക്കേണ്ട, നീ പോകണം. അവൻ്റെ ക്വാളിഫിക്കേഷൻ നീ നോക്കരുത്, അവൻ്റെ ജാതി നോക്കരുത്, അവൻ്റെ വിശ്വാസ പ്രമാണം നോക്കരുത്, അവൻ ഏത് രീതിയിലാണ്, അതൊന്നും നിനക്ക് നോക്കേണ്ട കാര്യമില്ല. സോ അവൻ ആളയക്കും, നീ പൊക്കോ, ഇറ്റ്സ് മൈ ഓർഡർ. സോ ഇത് പേഴ്സണലി കൈമാറേണ്ട കാര്യമാണ്. ആ കൊർന്നല്യോസിൻ്റെ, അതായത് ജീസസിനെ നേരിൽ കാണാത്ത കൊർന്നല്യോസിൻ്റെ ദർശനത്തിനകത്താണ് ശരിക്കും സാക്ഷാൽ ആ ഒരു സ്പിരിറ്റ് വെളിപ്പെടുന്നത്. റൈറ്റ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. സോ പാസ്റ്റർമാരടുത്തും അച്ഛന്മാരടുത്തും ബിഷപ്പുമാരടുത്തും മെത്രാന്മാരടുത്തൊക്കെ പോയി കാല് തേഞ്ഞ് ചെരുപ്പ് തേഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനോട് ഒന്ന് സംസാരിക്കുക. നിങ്ങളുടെ ആഗ്രഹം കറക്റ്റാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡിസയർ ശരിക്കും ജെന്യുവിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കർത്താവ് നമ്മിലേക്ക് റൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഈ രീതിയിൽ കർത്താവ് നിറച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് ആ വ്യക്തികളെ കർത്താവ് റൂട്ട് ചെയ്യും. ഇതിന്റെ ശരിക്കുള്ള പൊരുൾ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജീസസ് തന്നെ പറയുന്ന വാക്കാണ്, വിലപിടിപ്പുള്ള മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്, അതുപോലെ തന്നെ നായ്ക്കൾക്ക് മക്കൾക്കുള്ള ഭക്ഷണം മക്കൾക്ക് വെച്ചിരിക്കുന്ന സാധനം നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പൊന്നച്ച പിന്നെ ഇത് നേരത്തെ പറഞ്ഞില്ലേ, വില കൊടുത്ത് മേടിക്കേണ്ടവർക്ക് മാത്രമുള്ള സാധനമാണ്. ഇതിൻ്റെ വില 110 രൂപയല്ല. ചിലർ ഡിസയറോടുകൂടെ വരുമ്പോൾ അയ്യോ എൻ്റെ 2200 രൂപ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് 999 രൂപ. ഇത് ഇപ്പം നിലവിലുള്ള ചെറിയൊരു ഓഫർ മാത്രമാണ്. ഞാനിത് ആമസോണിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിനകത്ത് വെറും 200 രൂപയുടെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുള്ളൂ, 2000 രൂപയ്ക്ക് ആമസോണിൽ കിടക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി വരുന്ന വ്യക്തികൾക്ക്, ഡിസയറോടുകൂടെ വരുന്ന വ്യക്തികൾക്ക് എൻ്റെ വെബ്സൈറ്റിനകത്ത് ഇത് 999 അവൈലബിൾ ആണ്. സോ ചില കാര്യങ്ങൾ അറിയണമെന്ന് വില കൊടുത്ത് അന്വേഷിച്ച് വരുന്നവർക്കുള്ള ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് LKG റേഞ്ചെന്നോ UKG റേഞ്ചെന്നൊക്കെ പറയാമെന്നുള്ള ആദ്യത്തെ പ്രിലിമിനറി ആയിട്ടുള്ള ഫസ്റ്റ് ഡോസ്. ഇതിനകത്ത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് വരുന്നുണ്ട് ബാക്കി എന്ന്. എപ്പിസോഡ് 1, എപ്പിസോഡ് 2. ഇത് സ്റ്റെപ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വായിച്ച ഞാനിത് എങ്ങനെ സമ്മതിച്ചു? ആത്മീയതയിൽ നിൽക്കുമ്പോൾ ഇത് LKG റേഞ്ചാണ്. കാരണം ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് കയറിയാലേ അടുത്ത പടവുകൾ കയറാൻ പറ്റത്തുള്ളൂ. വായിച്ചെങ്കിൽ മനസ്സിലാവും. ഇത് വായിച്ച് ആ സമയത്ത് തന്നെ എനിക്ക് സന്തോഷവും തോന്നി. കാര്യം
ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ക്ലാരിറ്റി കിട്ടി, മറഞ്ഞു കിടന്ന സത്യങ്ങൾ വെളിപ്പെടുന്നു, ഒരു ആത്മബോധം എന്നൊക്കെ പറയത്തില്ലേ, ഈ നമുക്ക് ശരിക്കും ഒരു ഉണർവ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ. അതായത് ഞാൻ ഇത്രയും നാൾ ഏതൊരു ഇരുട്ടറയ്ക്കകത്തായിരുന്നു, ഇതാണ് സത്യമെന്ന്, അതായത് എനിക്ക് എൻ്റെ അകത്ത് തന്നെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു LKG റേഞ്ച് ബുക്കെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്. ഈ LKG പഠിപ്പിക്കുന്ന സാറന്മാരില്ലേ, LKG പഠിപ്പിക്കുന്ന സാറന്മാർക്ക് ആ സിലബസ് എന്ന് പറയുന്നത് സിമ്പിളല്ലേ, ടീച്ചേഴ്സിന് സിമ്പിൾ, കുട്ടികൾക്കാണ് ഹാർഡ്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഇതെനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം ആത്മീയതയിൽ അത്രത്തോളം ആസ്വാദനം കർത്താവ് നൽകിയത് കൊണ്ട്, കർത്താവുമായിട്ട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ളൊരു കൃപ, ഭാഗ്യം കർത്താവ് തുറന്നു തന്നതുകൊണ്ട് ഇതെന്ന് പറയുന്നത് അതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി മൈന്യൂട്ടായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പുറത്താണ് ബാക്കി കാര്യങ്ങളെല്ലാം കെട്ടിപ്പോക്കുന്നത്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ എന്നോ അല്ലെങ്കിൽ ബേസ്മെൻ്റ് എന്നൊക്കെ പറയാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ബേസ് ലെവലാണ്. പക്ഷേ മനസ്സിലാക്കാൻ വരുന്ന വ്യക്തികൾ ചിലപ്പോൾ ഇത് ഭയങ്കര ഹാർഡാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര അവർക്ക് ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയിരിക്കാം. പക്ഷേ ഇത് വായിച്ച ഒരു വ്യക്തി എന്ന് പറയുന്ന നിലയ്ക്ക്, ഒരു സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയുന്ന നിലയ്ക്ക് എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് കിട്ടുന്നതും ഒക്കെ അടുത്ത റേഞ്ചിലേക്കുള്ള സാധനമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വായിച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതിനകത്ത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാത്ത കുറേ പോയിന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊക്കെ റിവീൽ ചെയ്യേണ്ട ടൈമായി എത്താത്ത ആൾക്കാർക്ക്. കാര്യം അവർക്ക് അറിയത്തില്ല എന്താണ് ഈ സാധനം എന്ന് അറിയത്തില്ല. ഒരു ബുക്ക് എടുക്കുന്നു, കുറേ നാളുകൊണ്ട് ബുക്ക് എന്ന് പറയുന്നുണ്ട്. ഞാനും കുറേ നാളുകൊണ്ട് ഇത്ര പേജുള്ള ഒരു സത്യവേദ പുസ്തകം കൊണ്ട് നടക്കുക എന്ന് വിചാരിക്കുന്ന വ്യക്തി, അതിനേക്കാളും എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് തർക്കമുള്ളതും കുറച്ച് ചിന്തിക്കാനുള്ളതും കുറച്ചധികം സംസാരിക്കാനായിട്ടുള്ളതും കുറച്ചധികം ഉത്തരം ലഭിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഇതിനെ നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് എന്താണ് ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് റിവീൽ ചെയ്യാം അടുത്ത വീഡിയോയിൽ. സത്യവേദ പുസ്തകവും ഫാദർ ഡോക്ടർ മനോജ് KG ഇതിനകത്തുള്ള പൊരുളും സത്യവും ഒളിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം.